ശ്രീ വി പി ശ്രീപത്മനാഭൻ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് മാത്രമല്ല ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചും മോഡിയുടെ ഇന്നത്തെ ഹിസാറിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഒരു സെക്കുലർ സിവിൽ കോഡിനെ കുറിച്ചാണ് ഭരണഘടന പറയുന്നത്. കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകിയിരിക്കുകയാണ് തുടങ്ങിയ ഭാഗമെടുത്താൽ ഇനി അടുത്തത് യൂണിഫോം സിവിൽ കോഡാണ് എന്നതിന്റെ സൂചന അതിൽ നിന്ന് വായിക്കാം. നോക്കൂ, ഒന്നൊന്നായി ഓരോ നിയമനിർമ്മാണങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് തോന്നുന്നത് ആപൽക്കരമാണല്ലോ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. അത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വലിയ കലാപത്തിന് വഴിവെച്ചു. ഈ നിലയിൽ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്ന, അന്യവൽക്കരിക്കുന്ന നിലയിലാണോ ലെജിസ്ലേഷനായാലും അഡ്മിനിസ്ട്രേഷനായാലും മുന്നോട്ട് പോകേണ്ടത്? അതെന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്യാത്തത്? ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള വഖഫ് കേസുകൾ 2024 സെപ്റ്റംബർ മാസം വരെയുള്ള വഖഫ് കേസുകളുടെ എണ്ണം തരാം. 40,951 കേസസ് പെൻഡിങ് ഇൻ വഖഫ് ട്രൈബ്യൂണൽസ് അക്രോസ് ഇന്ത്യ. മിനിസ്ട്രി ഫോർ മൈനോറിറ്റി അഫയേഴ്സിൻ്റെ എക്സ്പ്ലെയിനറാണ്. അതായത് 40,951 കേസ് മൊത്തം കേസ് പെൻഡിങ്. അതിൽ of these 9,942 cases are filed by members of Muslim community. അതിൽ 9,942 കേസുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മൊത്തം 40,000 കേസുകൾ, അതിൽ 9,000 മുസ്ലിം സമുദായത്തിൽ നിന്ന്. 40,951, അതിൽ 9,942 എന്ന് വെച്ചാൽ 31,000 കേസുകളും അമുസ്ലിങ്ങളായിട്ടാണ്. ഇവിടെ പ്രശ്നം അതാണ്. വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പോകുന്ന കേസ് കൂട്ടങ്ങൾ 31,000, 4/3 അമുസ്ലിങ്ങളായിട്ടാണ്. എന്നിട്ട് BJP കലാപം ഉണ്ടാക്കുന്ന പറയുന്നത് വഖഫ് കാരണം ഇവിടെ കലാപം ഉണ്ടാവുന്നുണ്ട്, വഖഫ് കാരണം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വഖഫ് ബോർഡല്ല ഉത്തരവാദി. വഖഫ് ബോർഡിനെ കൊണ്ട് 95 വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 1995 വരെ വഖഫ് ബോർഡിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അവരെ പാട്ടിൽ അവരുടെ ഭൂമി നോക്കി നടക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പല തിരിമറിയും കയ്യേറ്റമൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 95-ലാണ്. ഈ 95-ലെ നിയമം വന്നപ്പോഴാണ് ഇത് കുഴപ്പമാവാൻ തുടങ്ങിയത്. സെക്ഷൻ 40 പ്രത്യേകിച്ചിട്ട് വഖഫ് ബോർഡിന് നോട്ടീസ് അയക്കാം. ഞാൻ പല ചർച്ചയിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം എന്താണ്? വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം. ഇവിടെ അത് വേണ്ട. വഖഫ് ബോർഡിന് തോന്നുകയാണ്. ഇഫ് ദി വഖഫ് ബോർഡ് ഫീൽസ്, തോന്നിയാൽ അത് വഖഫ് പ്രോപ്പർട്ടിയാൻ തോന്നിയാൽ നോട്ടീസ് അയക്കാം. നോട്ടീസ് അയച്ചാൽ അയാൾ ഇപ്പൊ സാമൂതിരിപ്പാടിന്റെ പണ്ടാരഭൂമി ചാവക്കാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു. ആ തറവാട് ഭാഗം ചെയ്തപ്പോൾ അത് പല വഴിക്ക് വിറ്റുപോയി. ഇപ്പം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം അവർക്കൊക്കെ നോട്ടീസ് അത് വഖഫ് ബോർഡ് ഭൂമിയാൻ പറ്റും. സാമൂതിരിപ്പാടിൻ്റെ പണ്ടാര ഭൂമിയെ. അപ്പം എന്നിട്ട് ഇപ്പം കോഴിക്കോട് വഖഫ് ബോർഡ് മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിരിക്കുക അവരോട്. എന്നിട്ട് അവർ തെളിയിക്കണം ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. അതെന്തൊരു ന്യായമാണ്? എൻ്റെ ഭൂമിയിൽ വേറൊരാൾ കയ്യേറിയെന്ന് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഞാൻ തെളിയിക്കണം എൻ്റെ ഭൂമിയാണതെന്ന്. എന്നിട്ട് അയാൾ കയ്യേറിയെന്ന് ഞാൻ തെളിയിക്കണം. അല്ലാണ്ട് ഇവർ നോട്ടീസ് അയച്ചാൽ പിന്നെ മറ്റവർ വന്നിട്ട് അവിടെ തെളിയിക്കണം. അത് കഴിഞ്ഞാൽ അവിടെ തോറ്റാലോ പിന്നെ ഒരു വഖഫ് ട്രൈബ്യൂണൽ, ഒരു ജില്ലാ ജഡ്ജ്, അതിൻ്റെ വിധി ദ ഓർഡർ ഈസ് ഫൈനൽ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷന് പോകണം. ഒരു സിവിൽ കേസിൽ ഹൈക്കോടതിക്ക് റിട്ട് ജൂറിസ്ഡിക്ഷനുള്ള അധികാരം പരിമിതമാണ്. ദി പവേഴ്സ് ഓഫ് എ ഹൈക്കോർട്ട് ഇൻ എ റിട്ട് എന്താ പറയുക അപ്പീൽ റിട്ട് പെറ്റീഷൻ ഇൻ എ സിവിൽ കേസ് ഈസ് വെരി ലിമിറ്റഡ്. അത് മറ്റേ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു, അമിത്ഷാ, ഇതേ വാക്ക്. അപ്പോൾ പരിമിതമായ അധികാരമുള്ള റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനേ പിന്നെ പറ്റുള്ളൂ. ഫാക്സ് പറ്റൂല. അവിടെ ലോ മാത്രമേ പറയാൻ പറ്റൂ, ഫാക്സ് പറയാൻ പറ്റൂല. സിവിൽ അപ്പീലാണെങ്കിൽ ഫാക്സ് പറയാം. വസ്തുതകൾ പറയാണ്ട് എങ്ങനെയാ കേസ് ജയിക്കുക? അപ്പൊ അപ്പീൽ അധികാരം ഇത് എവിടുന്ന് കിട്ടി? നിയമം വരുത്തി ഞങ്ങളുടെ ആൾക്കാരെ എതിർത്ത ഞങ്ങളുടെ പ്രതിഷേധം മറികടന്ന് പാസ്സാക്കിയതാ ഈ വഖഫ് ബോർഡിനകത്തുള്ള ഈ എല്ലാ നിയമങ്ങളും. ഞങ്ങൾ ഇതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും പറയുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഭൂമി കൈവശപ്പെടുത്താനുള്ള എല്ലാ അവകാശവും എന്തിനെ വഖഫ് ബോർഡ് ചോദിച്ചിട്ടാണോ 95-ന് നിയമം കൊടുത്തത്? ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്? അങ്ങനെ അതിന് പോട്ടെ. ഇനി 2013 അമെൻമെന്റ് കൊണ്ടുവന്നു. അത് അതിലേറെ അപകടം. അപ്പം ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ഭേദഗതി വേണ്ടി വന്നത്. 95-ലെ നിയമവും 2013-ലെ അമെൻമെന്റും ഇല്ലായിരുന്നെങ്കിൽ ഈ നിയമം ഭേദഗതി ഒന്നും വേണ്ട.
പഴയ നിയമത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വഖഫ് ബോർഡിനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് 4-3 കേസ് അമുസ്ലിങ്ങൾക്കെതിരെയാ. 4-3 കേസ്. അവര് കോടതി കയറുക. അച്ഛനപ്പൂപ്പന്മാരെ കാലത്ത് കിട്ടിയ ഭൂമി, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ഇതൊക്കെ വഖഫ് അല്ലാൻ തെളിയിക്കാൻ അവർ ഓടി നടക്കുക. എന്തൊരു മര്യാദ അത്! അതുകൊണ്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്തത്. പിന്നെ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രധാനമന്ത്രി പറഞ്ഞു എന്ന്. അത് പ്രധാനമന്ത്രി അല്ലല്ലോ ആദ്യം പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചതല്ലേ. അതും പ്രധാനമന്ത്രിന്റെ തലയിൽ വെക്കുക. ഭാരതത്തിന്റെ ഭരണഘടന, ഇന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ്. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ്, ദി സ്റ്റേറ്റ് ഷാൽ എൻഡവർ ഫോർ എ യൂണിഫോം സിവിൽ കോഡ്. ഈ രാജ്യത്തിലെ ഭരണകൂടം പ്രയത്നിക്കണം, കഠിനാധ്വാനം ചെയ്യണം. എന്തിന്? ഒരു ഏകീകൃത സിവിൽ നിയമത്തിന്. സുപ്രീം കോടതി ഏറ്റവും ചുരുങ്ങിയത് 5 ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞ 5 ജഡ്ജ്മെന്റ് സുപ്രീം കോടതിന്റെ. ഈ അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ കാര്യം പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കണ്ട. നിങ്ങൾ പ്രധാനമന്ത്രി പറയുന്ന, അദ്ദേഹമായിട്ട് ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും കെട്ടിവെച്ചാൽ മതി.